നമസ്കാരം. CPM-ന്റെയും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും അഴിമതികളും കൊള്ളരുതായ്മകളും തുറന്നടിച്ചു പറയുന്ന ഒരാളാണ് ജി ശക്തിധരൻ. അദ്ദേഹം പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററാണ് ഇപ്പോൾ. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും സംഭവിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ പോലും വോട്ട് കുറയും എന്ന തലക്കെട്ടിൽ സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: പുറത്തു വന്നയിടത്തോളം സ്ഥാനാർത്ഥി പട്ടികയിലൂടെ കണ്ണോടിച്ചാൽ അടുത്ത ഭരണം UDF-ന്റെ സുദൃഢ കൈകളിലായിരിക്കും എന്നതിൽ രണ്ട് പക്ഷമുണ്ടാകില്ല. ഇടതുപക്ഷ വോട്ടുകൾ തന്നെയാണ് UDF-ലേക്ക് കുത്തിമറിയുക. സർക്കാർ സർവീസിലും മറ്റും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നവർ തന്നെ അഭൂതപൂർവമായി മാറി വോട്ട് ചെയ്യും. മുഖ്യമന്ത്രിയുടെ ഗ്രാമത്തിൽ പോലും വൻതോതിൽ വോട്ട് കുറയും. ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇനി എപ്പോൾ എന്നത് ജനങ്ങളുടെ സ്വാഭാവിക ടാഗ് ലൈനായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിലെ തമ്മിലടി ഒരു യാഥാർത്ഥ്യമാണെന്ന് സമൂഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന സന്ദേശം. കോൺഗ്രസിനെ തിരുത്തിച്ചിട്ട് നാട് നന്നാക്കാം എന്നാരും കരുതണ്ട എന്ന ചിന്തയിലാണ് സ്ത്രീ സമൂഹമടക്കം. ഏതു വഴിയും പിണറായി വിജയൻ എന്ന മാരണത്തെ ആദ്യം പിഴുതെറിയണം എന്ന ശപഥം ചെയ്തിരിക്കുകയാണ് ജാതിക്കും മതത്തിനും അതീതമായി ജനങ്ങൾ. ഉത്സവ പ്രതീതിയിലാണ് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ തെല്ലും അതിശയോക്തിയില്ല. ഇതൊക്കെയാണെങ്കിലും സുസ്ഥിരമായ ഭരണമാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഇനിയും നേതാക്കളിൽ ഗൃഹപാഠം വേണ്ടിവരും. അടുത്ത പ്രതിപക്ഷമായി ഉയർന്നു വരാൻ സാധ്യതയുള്ള നേതൃനിരയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന കഠിന വെല്ലുവിളികൾ നിസ്സാരമല്ല. ഒരു തത്വദീക്ഷയ്ക്കും വഴങ്ങാത്ത മുട്ടാപ്പൊക്ക് രാഷ്ട്രീയത്തിൻ്റെ അയ്യൊരുകളിയാണ് കാണാൻ പോകുന്നത്. പിണറായി വിജയൻ ഒരു നിമിഷം പുതിയ സർക്കാരിന് സ്വൈര്യം കൊടുക്കില്ല. പെൺവാണിഭം കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം പിണറായി വിജയൻ രംഗത്തിറക്കും. ഇതിൽ അദ്ദേഹത്തിനുള്ള നൈപുണ്യത്തോട് കിടപിടിക്കാൻ മറ്റാർക്കുമാവില്ല. പതറിപ്പോകാത്ത ഒരു കരുത്തൻ പോലീസ് ഭരണത്തിലുണ്ടെങ്കിലേ ഇതിന് അറുതി ഉണ്ടാക്കാനാവൂ. ടെലിവിഷൻ ചാനലുകൾ അർത്ഥശൂന്യമായ പ്രഹസനവും തന്തയില്ലായ്മയുമാണ് കാട്ടിക്കൂട്ടുന്നത്. കാര്യഗൗരവമുള്ള ഒരു പത്രമോ വാർത്താ പ്രസിദ്ധീകരണ വിഭാഗമോ ന്യൂസ് ചാനലോ എഴുത്തുകാരുടെ പടയോ ഒന്നും 10 വർഷമായി കയ്യിലില്ലാതെയാണ് ഈ മഹാവിജയം UDF-നെ തേടി വരുന്നത്. എന്തിനാണ് അനാവശ്യമായി ജനശക്തിയെ സഹായിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി തറപ്പിച്ച് ചോദിച്ചാൽ അപ്പോൾ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ച് ആ ബന്ധം വിച്ഛേദിച്ച് മുഖ്യമന്ത്രിയെ തൃപ്തിപ്പെടുത്തുന്ന അന്തർധാരയാണ് ഇവിടെയുള്ളത്. ഇതൊക്കെയായിട്ടും യാദൃച്ഛികമായാണ് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് ആശയപരമായ വിസ്ഫോടനങ്ങൾ ഉണ്ടായത്. എത്ര ബോംബുകളാണ് പൊട്ടിയത്! അതെല്ലാം ഇപ്പോഴും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനശക്തി പോലൊരു പ്രസിദ്ധീകരണത്തിൻ്റെ അഭാവമാണ് ഇതൊന്നും പുറത്തേക്ക് പൊട്ടിത്തെറിക്കാൻ വഴിയൊരുങ്ങാത്തത്. അതിന് കടപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയോടാണ്. അതാണ് അന്തർധാര. അടുത്ത നിയമസഭയുടെ ഏകദേശ ചിത്രം ഊഹിക്കാൻ ഇപ്പോൾ തന്നെ കഴിയും. ഏറെക്കുറെ കഴിഞ്ഞ സഭയുടെ തനിയാവർത്തനമാകും ഇക്കുറിയും. അകക്കാമ്പ് ശുഷ്കവും രാഷ്ട്രീയ അതിപ്രസരത്തിൽ അന്ധത ബാധിച്ചതുമായ ഒരു സഭയെ മാത്രമേ പ്രതീക്ഷിക്കാനാകൂ. വേണ്ടിയിരുന്നത് ബഹുമുഖ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരുടെ കൂട്ടായ്മയായിരുന്നു. രാഷ്ട്രീയ അതിപ്രസരത്തിന് അമിത പ്രാധാന്യം നൽകിയതുകൊണ്ടാണ് പ്രഗത്ഭർ തഴയപ്പെട്ടത്. കാലുവാരപ്പെട്ടില്ലെങ്കിൽ CP ജോൺ ഈ സഭയിലേക്ക് കടന്നു വരുന്നത് രാഷ്ട്രീയ അതിർവരമ്പുകൾക്ക് അതീതമായി കാണേണ്ടതാണ്. ഒരു ഡോക്ടർ ലാലിനെയെങ്കിലും സഭയിൽ എത്തിക്കണമെന്ന് ചിന്തിക്കാൻ ആരുമുണ്ടായില്ല. കേരളത്തിന് അഭിമാനമായ ഒരു സാഹിത്യകാരനെയോ സാഹിത്യകാരിയെയോ കണ്ടെത്തണമെന്ന് തോന്നിയില്ലല്ലോ. അതേസമയം ഏതു സമയത്തും കലഹമുണ്ടാക്കി BJP-യിൽ മുൻകൂർ സീറ്റ് ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുന്ന എത്രയോ വിഷജന്തുക്കൾ ഉള്ളിൽ കടന്നിരിപ്പുണ്ട്. സത്യം പറഞ്ഞാൽ പിണറായി മന്ത്രിസഭയുടെ മറ്റൊരു പതിപ്പേയാകൂ പുതിയ മന്ത്രിസഭ. സദാചാര മൂല്യങ്ങളിൽ ഉരുക്കുമുഷ്ടി നയം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് പുതിയ മന്ത്രിസഭയെയും കൊണ്ടേ പോകൂ എന്നത് ഉറപ്പാണ്. അത്ര അപജയമാണ് കഴിഞ്ഞ 2 വ്യാഴവട്ടക്കാലം ഭരണസിരാകേന്ദ്രം കാഴ്ചവെച്ചത്. VS മന്ത്രിസഭ അക്കാര്യത്തിൽ ഉരുക്കുമുഷ്ടി തന്നെ പ്രയോഗിച്ചു. ഇത്തരം കാര്യങ്ങളിലെ ദൗർബല്യം പ്രകൃതി സഹജമാണ്. ഒരു കണ്ണ് തൻ്റെ മേലുണ്ടാകും എന്ന് ഓർമ്മ വേണം എന്ന VS-ന്റെ മുന്നറിയിപ്പ് എല്ലാവർക്കും നല്ല പാഠമാണ്. എങ്കിലും EMS-നെയും CH-നെയും PG-യെയും പോലുള്ളവർ നമ്മുടെ പ്രത്യേക ആദരവ് പിടിച്ചുപറ്റുന്നത് അവരുടെ ശരീരത്തിലെ രക്തചംക്രമണത്തിലെ രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാവില്ലല്ലോ. ഇങ്ങനെയാണ് സഖാവ് ജി ശക്തിധരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. UDF-ന് ഭരണം ഉറപ്പാക്കുമ്പോഴും പൊതുജനങ്ങളുടെ ആശങ്ക ഇനി എന്തുണ്ടാകുമെന്നാണ്. എന്തായാലും കാത്തിരുന്നു കാണാം.